ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള തോരനാണ് കേട്ടോ, മുരിങ്ങയില തോരൻ. മുരിങ്ങയില തോരൻ എന്ന് പറയുമ്പോൾ മുരിങ്ങയില മാത്രമല്ല അത് ചേർക്കുന്നത് കേട്ടോ, കുറച്ച് സവോള ചേർക്കുന്നുണ്ട്, കുറച്ച് ക്യാരറ്റ് ചേർക്കുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള തോരൻ തന്നെയാണ് കേട്ടോ. അപ്പം കുട്ടികൾക്ക് നമ്മൾ മുരിങ്ങയിലൊക്കെ എങ്ങനെ കൊടുക്കുമെന്നുള്ള രീതിക്ക് ചില കുട്ടികളൊന്നും മുരിങ്ങയിലൊന്നും കഴിക്കത്തില്ല. അപ്പോൾ ഇതിനാണ് ഞാൻ ഒരു പ്രത്യേക രീതിയിലായി തോരൻ തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് മുഴുവൻ നിങ്ങൾ കാണുക, കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് നമ്മൾ സവോള കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ക്യാരറ്റ് കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്, മുരിങ്ങയില പിച്ചിയ വെച്ചേക്കുന്നത്. അത് പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, പിന്നെ അരപ്പിനായിട്ട് തേങ്ങ ചിരകിയത്, പിന്നെ കൊച്ചുള്ളി, വെളുത്തുള്ളി, കുറച്ച് നല്ല ജീരകം, ഇതെല്ലാം കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുക, അതിനകത്തേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും സവോളയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അത് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇത് വേവിക്കാനായിട്ട് വെള്ളം ഒഴിക്കേണ്ട, വെള്ളം ഒഴിക്കാതെ തന്നെ അത് എണ്ണയിൽ കിടന്ന് അത് വെന്തോളും. അപ്പോൾ ഉപ്പ് ഇട്ട് ഇളക്കി വെച്ച് കുറച്ച് നേരം ഇതാക്കിയാൽ മതി. ആ സമയത്ത് നമുക്ക് പിച്ചി വെച്ചേക്കുന്ന മുരിങ്ങയില ഉണ്ടല്ലോ, അത് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. പക്ഷെ ഒത്തിരി അരഞ്ഞു പോയത് പേസ്റ്റ് ആവരുത്, ഇങ്ങനെ ഈ ഒരു പരുവത്തിന് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ വെന്ത് വന്നേക്കുന്ന ക്യാരറ്റിനകത്തേക്ക് സവോളയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ മുരിങ്ങയില ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുക്കുക. അതായത് ആ ഒരു പച്ച മണം മാറണം, ഇതിനൊരു സ്മെല്ല് ഉണ്ടല്ലോ, അതായത് ആ ഒരു സ്മെല്ല് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ ചായച്ച് വെച്ചേക്കുന്ന അരപ്പുണ്ടല്ലോ, അത് ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക. അരപ്പും നമ്മുടെ ഈ ക്യാരറ്റും സബോളയും എല്ലാം കൂടി നല്ല രീതിക്ക് ഒന്ന് ചേർന്ന് വരുന്നവരെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഇനി ഒരു സാധനം കൂടി ആഡ് ചെയ്യുന്നുണ്ട്, അതായത് മുട്ടയാണ്. അപ്പോൾ ഇത് മുട്ട ചേർക്കാതെയും ഇത് ഉപയോഗിക്കാം, കുഴപ്പമില്ല, നല്ല രുചിയാണെങ്കിലും മുട്ട കൂടി ചേർക്കുമ്പോൾ എക്സ്ട്രാ ഒരു പ്രോട്ടീൻ കൂടിയാണ് ആണല്ലോ. അപ്പോൾ നമ്മളിതൊരു ഹെൽത്തി തോരൻ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ചേർക്കുന്നുണ്ട്, ക്യാരറ്റുണ്ട്, മുരിങ്ങയിലയുണ്ട്, അതുപോലെ തന്നെ വെളുത്തുള്ളിയുണ്ട്, കൊച്ചുള്ളിയുണ്ട്, സബോളയുണ്ട്. ഇതൊക്കെ വളരെ നല്ല ഒരു പച്ചക്കറികളൊക്കെ തന്നെയല്ലേ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല രുചിയാണ്, കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ ബൈ ബൈ, ഓക്കെ, സി യു.